ആ ഒരു കംപ്ലൈന്റ് ബൈക്കിനുള്ളൂ. നട്ടും പോട്ടില്ല, ബ്രേക്ക് ഇല്ല, ഒന്നുമില്ല. നമ്മള് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വണ്ടിക്കാരന്റെ. കള്ളലക്ഷണമുള്ള 2 പേരാണ് ഇരിക്കുന്നത്. ഞങ്ങൾ നല്ല ലക്ഷണമുള്ളവർ. നിങ്ങൾ അങ്ങനെ ആട്ടിട്ട് പോണ്ട. എനിക്ക് ഞാൻ തോട്ടേക്ക് വെറുതെ ഇല്ല. ഓക്കെ, ഇത് വേണം. ആ വണ്ടിക്കില്ലേ ബ്രേക്ക് ഇല്ല. കണ്ണാടി നോക്കണേ ഇങ്ങനെ പൊതിച്ച് നോക്കണം, എന്നിട്ട് എത്ര വെക്കണം. ഇതിന്റെ കൂടെ ഞാൻ ടൗണിൽ പോകുമ്പോ ഞാൻ ഹാർട്ട് അറ്റാക്ക് എടുത്തോണ്ട് പോവാ. ശരീരമാണ് കുറച്ച് ചവർക്കും അങ്ങനെ തന്നെ. ഇത് ജയിച്ചൊന്ന് അത് പറയും. ഞാൻ പറഞ്ഞത് തോറ്റ് കളിച്ച് തോറ്റ് വരുന്ന വേഗം വെക്കിട്ടിട്ടാ തരിക. ഇവര് കളിക്കാണ്ടെങ്കിൽ വിളിക്കുക, നിങ്ങൾക്ക് പൈസ കിട്ടും. ഷീറ്റ് കളി കേട്ടോ പറയുന്നു. ഞാൻ കേൾക്കുന്നുണ്ടോ? ഇതൊന്നും അറിയില്ല, ഇതൊന്നും അറിയില്ല. 7 ലെവൽ ഉണ്ടാവും. ഒരു ലെവലിന് 4-6 റൗണ്ട്. അതേമാരണ്ടൊക്കെ അറിയില്ല. സാധനം അവിടെ തിരിയുന്ന ഔട്ടുംപുറത്ത് അത് ഉള്ളില് ചൂട് അത് പുറത്ത് പോലെ അത് ജസ്റ്റ് ഫാനാ. അതിന്റെ മേലെ ഒരു ഓപ്പണായിട്ട് അറിയാതെ അത് മാറും. ഇതാണ് പറയുക വിവരമുള്ള കൂടെ. നമ്മളെ കൂട്ടത്തിൽ വിവരമുള്ള ആളൊക്കെ അത് ഇവർക്ക് കണ്ടത്തിന് കണ്ണലാകൂടെ. നമ്മളെ വേണം. പിടിച്ച് പുറത്താക്കി. എനിക്ക് അതായത് കിട്ടിയില്ല. ഞാൻ വേണം. നന്നായി നന്നായി എന്തെങ്കിലും അവിടെ അടുത്ത് പോയില്ല. നെയ്ച്ചോറ് അടിപൊളിയായിരുന്നു. ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി അടിപൊളിയാണ്. ചിക്കൻ പൊരിച്ചത് മാർക്ക് സ്കോർ കുറച്ചൊന്ന് കുറയും. കുറച്ച് ഉപ്പ് കൂടിപ്പോയി, അതല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് പോയി. ഞാൻ നല്ല അടിപൊളി ഉണ്ടാക്കുമല്ലോ നെയ്ച്ചോറ്. ചിക്കൻ പൊരിച്ചത് തിന്നാത്തോണ്ട് നമുക്ക് എന്നും പറയാം. രണ്ടാമല്ല തിന്നുന്നോ ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് തിന്നാൻ കൊടുക്കൂല. അതുകൊണ്ട് എന്ന് പറയാ അല്ലേ? എന്തും പറയാൻ ഞങ്ങൾക്ക് രണ്ടാക്കും. എക്സ്പ്രഷൻ ഭയങ്കര ഇനി അടുത്ത യാത്ര എങ്ങോട്ടാ? അടുത്ത യാത്ര എങ്ങോട്ടാ? നാളെ നല്ല ആലോചിക്കും. നീ ഇവിടെ പറഞ്ഞ അറിയില്ല, കാരണം നീ കുട്ടിയാണ്. ആക്ച്വലി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ കേരളത്തിന്റെ പുറത്തായിരുന്നു. ഇവിടെ ഒരു ജനിച്ചതും വളർന്നതും കോഴിക്കോട് തന്നെയായിരുന്നു. 19-20 വയസ്സിലാണ് അവിടുന്ന് പോയത്. എന്നിട്ട് 7 വർഷം അവിടെ നിന്നിട്ട് ഇവിടെ വന്നൊരു ഡയലോഗ് അടിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അല്ലെങ്കിൽ ജന്മം കൊണ്ടേ പൈനിലാണോ? എന്നിട്ട് കേരളത്തിൽ തന്നെയല്ല ചവിട്ടിയത്. പിന്നെ അറിയാൻ സദന എങ്ങനെയായാലും എന്താ എനിക്ക് ടച്ച് വിട്ടു ആക്ച്വലി. പിന്നെ ലാംഗ്വേജ് കുഴപ്പമില്ല, ഒപ്പിക്കുന്നു. പിന്നെ ഇവരോട് ലോക്കൽ ലാംഗ്വേജ് മതി. വെനീരെ കണ്ടില്ലെന്താ? വണ്ടി ബൈക്കെടുത്ത് പോവാ. ടിക്കറ്റ് റെഡിയായോ? ടിക്കറ്റ് തള്ള നീ താങ്കൾക്ക് മെയിൻ പരിപാടി. അതെന്റെ വണ്ടി തള്ള ഞാൻ സാപ്പാക്കും പോവാ.
അല്ലെങ്കിൽ കേട്ടൂലേ അത് പറഞ്ഞുതരാം. ഓ അല്ലെങ്കിൽ ആര് കേറാൻ നിൽക്കുന്നു? ഓട്ടങ്ങൾ വിളിച്ചാൽ ആ ഞങ്ങൾക്ക് വിളിച്ചാ ഇപ്പുറത്ത് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഓട്ടങ്ങളിലെ വിളിച്ചുകൊണ്ട് എന്റെ ബൈക്കിൽ ഞാൻ നിങ്ങളെ കേട്ടൂല. ചേട്ടൻ്റെ വേണ്ട. വേണ്ട, നല്ല സ്റ്റാർട്ടാക്കി തിരക്ക് മാത്രം കയറിയാൽ ഞങ്ങൾ അങ്ങനെ നാളെ വിട്ടാളെ ഓരോ തിങ്കളും ചൊവ്വയൊക്കെ പോണോ? പറഞ്ഞേട്ടാ നാളെ പോണോ? അപ്പൊ പോയി കഴിഞ്ഞ എന്റെ വണ്ടി ബാക്കിൽ ഇരിക്കാൻ എനിക്ക് തള്ളി തന്നല്ലോ. ബാക്കിൽ ഞങ്ങൾ ഇരിക്കാന്ന് വരും. മതി ഇനി നമുക്ക് ബാക്കിൽ ഇരിക്കരുത് കേട്ടോ. ഓട്ടങ്ങൾ വിളിച്ചാൽ ഓട്ടോ പോയാൽ സുന്ദരായിട്ട് കിടന്നോ ഇരുന്നോ ഇങ്ങനെ പോകാം. അതെ. അതൊക്കെ ഇങ്ങനെ പേടിച്ച് കൺഫേം ഉച്ചക്ക് വിടല്ലേ ഈ നമ്മുടെ സൗന്ദര്യം അതിന്റെ ഇടയിൽ കൂടെ ബൈക്ക് പോലോ ലൈസൻസ് ഇല്ല. കമ്മൽ എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ഭംഗി. ഈ വരുത്തുമ്പോ പൊട്ടെങ്ങാണ്ട് guys. ബൈക്ക് എത്തണമ്പോ അവിടെ പോവാ അല്ലെങ്കിൽ അടുത്ത വരുത്തുമ്പോ നല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏട്ടന്റെ വർത്താനം കേട്ടിട്ടാണ് ക്യാൻസൽ ആയി പോയത്. വിശ്വസിക്കണ്ട. ഇല്ല അത്രേ ഉള്ളൂ. ഇത് വാങ്ങി തെറ്റിയാൽ നിങ്ങളുടെ ലോകി അടിക്കണ്ട വിട്ടാളാ. എന്തോ സംഭവം ഉണ്ട്. എവിടെ പോകാൻ പറ്റുന്നത് ആദ്യമായിട്ടുണ്ടാവും. അതാണ് എന്തോ ഇതിൽ അടിച്ചു വിട്ടതേക്ക്. ഇതിന് ഷീറ്റ് കെട്ടിട്ട് പോകാം. ഇതിന് ഷീറ്റ് കെട്ടിട്ട് പോയിക്കൂടെ നമുക്ക്? ശരിയാ, മക്കൾക്ക് എല്ലാവർക്കും സുഖമായി കിടന്നു പോവാ. പാറപ്പായി ഞാൻ വച്ച് കെട്ടിത്തരും. ഗൈസ് ഞാൻ മാറ്റി വിടാം. കക്കടു മഴ ഇങ്ങോട്ട് കേറും. കടന്നിങ്ങനെ ഉറങ്ങിക്കോളൂ. വീണ്ടും ബീച്ചാ തെരേന്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവരവിടെ ഉണ്ട് കണ്ടോ. ബീച്ച് ഏതോ മരത്തിന്റെ ചോട്ടിൽ വന്നിരിക്കുകയാണ്. നിൽക്കുകയാണ്. കാരണം ഫുൾ മഴയാണ് ഇവിടെ. ബദമര ചോട്ടിൽ വലിയ മരം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്ന ഒരു പൊട്ടന്മാരല്ല. ബദമര ചോട്ടിൽ ബദമരത്താണ് ഇന്ന് കാണുന്നുണ്ടോ ഗൈസ്? ഞാൻ ഇവിടെ ഒരു സാധനം എഴുതാൻ പാടെ. നല്ല രസമുണ്ടല്ലേ ഏട്ടാ? വെള്ള നീല ഇത് ഞാൻ ഉണ്ടായി കൊടുത്താ. ഉണ്ടാക്കിയതാ. ഇതേപോലെ പണ്ട് ഒരുപാട് ഉണ്ടായില്ലേ ഇത്? ഓ അത് ഞാൻ പണ്ട് നമുക്ക് വേണ്ടത്. ഒന്ന് എന്റെ അടുത്ത് മറന്നുപോയി. നീ എനിക്ക് തന്നിരുന്നു. പക്ഷെ ഞാനക്ക് വേറെ കിറ്റ് അയച്ചു തന്നതാ. അതാണിത്. ആ ഞങ്ങൾ അങ്ങനെയാണ്. വെറുതെ അയച്ചതല്ല, പൈസ കൊടുത്തിട്ട് തന്നെയാ. ഞാൻ എടുത്തിട്ടില്ല മോയിന്റെ. ആണല്ലേ? എന്റെ പൈസ എടുത്തിട്ടാ ഞാൻ അയച്ചത്. പോ പട്ടി കേട്ട് ആന്ന്. നല്ല നല്ല വാക്കുകൾ പറയും. ചേച്ചിന്റെ ഒന്ന് ചേച്ചിക്ക് പുതിയ ക്രഷ് ഒക്കെ ഉണ്ട് അറിയോ? ഓ അങ്ങനെയൊന്നും പറയല്ലേ നീ. ഇപ്പൊ ഡാർലിംഗ് സെറ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവസാനം കൊണ്ട് കോളാക്കി കൊടുക്കണം. സമ്മതിക്കില്ല ഞാൻ. ആ 7 എടുത്ത് ഞാൻ നിങ്ങൾ ആരും അടുപ്പിക്കില്ല. ഞാൻ ഇന്നലെന്തോ സാധനം അവിടെ കൊണ്ടുപോയിക്കുന്നു. എന്നിട്ടോ കണ്ടിരുന്നേ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് ഓനെ ശ്രദ്ധിക്കുന്ന പോലെ എനിക്ക് ഇവിടെ സാധനം നന്നായി പറഞ്ഞത്. പ്രശ്നമാക്കണ്ട. അവസാനം ഞാൻ സെറ്റാക്കി തരും. എനിക്ക് അവിടെ നിന്ന് ജ്യൂസ് എന്തി വാങ്ങണ? അതിന്റെ പേക്കിട്ട് താങ്കൾ എന്താ വണ്ടിയും കക്കാനാണ് ടിപ്സ് പറഞ്ഞത് കൂടെ. ഏത് ഏറ്റെടുത്തിട്ട് വേഗം ആപ്പിലിട്. ആപ്പിനുള്ളിൽ ഇട്ടാൽ മതി. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അയ്യോ ഇതൊക്കെ എങ്ങനെ ദൈവമേ കയറാം. ഏതൊക്കെ ചളിയുള്ള ഏരിയയിലൂടെയൊക്കെയാണ് കൊണ്ടുപോകണത്. ഒരു മിനിറ്റ് സൈഡിൽ കഴിച്ചേ. അപ്പൊ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. മിണ്ടാണ്ടിരിക്കാൻ പറയുമ്പോ അവിടെ മൈക്കുണ്ട്. അങ്ങനെ ഈ ഒരു നമ്മൾ കഴിച്ചിലാക്കിയത്. ഇനി നാളെ എങ്കിലും ശല്യം പറ്റി നമ്മൾ വരാം. മലയുടെ മുകളിലേക്ക്, ചുരത്തിന്റെ മുകളിലേക്ക് വരാം. അതെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ലാൽസലാം.